സുപ്രഭാതം കുട്ടികൾ. ഇന്ന് നമ്മൾ നിങ്ങളോട് ഒരു കഥ പറയാം. ഈ കഥയുടെ ധാർമ്മികത നമുക്ക് കണ്ടെത്താം. ഈ കഥയുടെ പേര് ആര്യൻ രാജാവും വനസാഹസികതയും. വളരെക്കാലം മുമ്പ് ആര്യാവർത്ത നാട്ടിൽ ആര്യൻ എന്നൊരു ദയാലുവും ധീരനുമായ ഭരണാധികാരി ജീവിച്ചിരുന്നു. അദ്ദേഹം തന്റെ ജനങ്ങളെ അതിയായി സ്നേഹിച്ചിരുന്നു. എന്നാൽ അതേസമയം അദ്ദേഹത്തിന് വനങ്ങളോട് ഒരു പ്രത്യേക സ്നേഹവുമുണ്ടായിരുന്നു. ഉയരമുള്ള മരങ്ങളും ചിലക്കുന്ന പക്ഷികളും മിന്നുന്ന നദികളും അവന്റെ ഹൃദയത്തെ എപ്പോഴും സന്തോഷം കൊണ്ട് നിറച്ചിരുന്നു. ഒരു വെയിൽ നിറഞ്ഞ പ്രഭാതത്തിൽ ആര്യൻ രാജാവ് തന്റെ വിശ്വസ്തനായ കുതിര സൂര്യനെയും ധീരരായ കുറച്ചു കൂട്ടാളികളെയും ഒരുമിച്ചു കൂട്ടി. ഇന്ന് ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ആ വലിയ കാടിന്റെ നിഗൂഢതകൾ പര്യവേക്ഷണം ചെയ്യാം. കാരണം രാജാക്കന്മാർ പോലും പ്രകൃതിയിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. അവർ കൂടുതൽ ആഴത്തിൽ അലഞ്ഞു നടന്നപ്പോൾ പ്രകൃതി തന്നെ കൊത്തിയെടുത്ത മുഖമുള്ള ഒരു ഭീമാകാരമായ ഓക്ക് മരം അവർ കണ്ടെത്തി. അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മരം ആഴമേറിയതും സൗമ്യവുമായ ശബ്ദത്തിൽ സംസാരിച്ചു. ആര്യൻ രാജാവേ, കാട് സജീവമാണ്. അതിനെ സംരക്ഷിക്കുക, അത് നിങ്ങളെയും സംരക്ഷിക്കും. രാജാവിനെ അനുഗമിച്ച ഗ്രാമത്തിലെ കുട്ടികൾ അത്ഭുതത്തോടെ കൈയടിച്ചു. സംസാരിക്കുന്ന ഒരു വൃക്ഷത്തെ നോക്കി അവർ ചിരിച്ചു. അവർ കാട്ടിലേക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു കൂട്ടം കുരങ്ങുകൾ ശാഖകളിൽ നിന്ന് ചാടി താഴേക്ക് ചാടി. അവർ ബഹളത്തിൽ സംസാരിച്ചു. രാജാവിന്റെ കൂട്ടാളികളിൽ ഒരാളിൽ നിന്ന് ഒരു കൊട്ട പഴങ്ങൾ തട്ടിയെടുത്തു. ദേഷ്യപ്പെടുന്നതിനു പകരം ആര്യൻ രാജാവ് ചിരിച്ചു. അയാൾ തന്റെ സഞ്ചിയിൽ നിന്ന് കൂടുതൽ വാഴപ്പഴം അവർക്ക് നൽകി. അവന്റെ ദയയിൽ സന്തുഷ്ടരായ കുരങ്ങന്മാർ കൊട്ട തിരികെ നൽകി കളിയായി കുമ്പിട്ടു. ആര്യൻ പറഞ്ഞത്, നോക്കൂ, ദുഷ്ടതയെപ്പോലും സ്നേഹം കൊണ്ട് മെരുക്കാൻ കഴിയും എന്നാണ്. അവർ കാട്ടിലേക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ രാത്രി വീഴാൻ തുടങ്ങിയപ്പോൾ തിളങ്ങുന്ന ഒരു വെളുത്ത മൂങ്ങ അവരെ ഒരു മറഞ്ഞിരിക്കുന്ന പുൽമേട്ടിലേക്ക് നയിച്ചു. മൂങ്ങ മൃദുവായി സംസാരിച്ചു. ഈ ഭൂമിക്കടിയിൽ വെള്ളി വെള്ളത്തിന്റെ ഒരു അരുവി ഒഴുകുന്നു. വരണ്ട വയലുകൾക്ക് ജീവൻ നൽകാനും രോഗികളെ സുഖപ്പെടുത്താനും അതിന് കഴിയും. ആര്യൻ രാജാവേ, ഈ രഹസ്യം നന്നായി സൂക്ഷിക്കുക. രാജാവ് നന്ദിയോടെ വണങ്ങി. ഈ സമ്മാനം തന്റെ ജനങ്ങളുടെ നന്മയ്ക്കായി മാത്രമേ ഉപയോഗിക്കൂ എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ആര്യനും കൂട്ടരും ആര്യാവർത്തയിൽ തിരിച്ചെത്തിയപ്പോൾ ഗ്രാമവാസികൾ ആകാംക്ഷയോടെ ഒത്തുകൂടി. രാജാവ് അവരോട് സംസാരിക്കുന്ന വൃക്ഷത്തെക്കുറിച്ചും കളിയായ കുരങ്ങുകളെക്കുറിച്ചും ബുദ്ധിമാനായ മൂങ്ങയെക്കുറിച്ചും പറഞ്ഞു. പക്ഷേ ഓർക്കുക, കാട് നമ്മുടേത് മാത്രമല്ല, അദ്ദേഹം സൗമ്യമായി പറഞ്ഞു. അത് എല്ലാ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മരങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അത് നമ്മളെ പരിപാലിക്കുന്നതുപോലെ നമ്മൾ അതിനെ പരിപാലിക്കണം. കുട്ടികൾ ആർത്തു വിളിച്ചു. അന്നുമുതൽ ആര്യാവർത്തയിലെ ജനങ്ങൾ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി തങ്ങളുടെ വനങ്ങൾ സംരക്ഷിച്ചു. അങ്ങനെ ആര്യൻ രാജാവിന്റെ വനസാഹസികത തലമുറകളായി പറയപ്പെടുന്ന ഒരു കഥയായി മാറി. ധൈര്യം, ദയ, പ്രകൃതിയുടെ മാന്ത്രികത എന്നിവയെക്കുറിച്ച്. If you enjoyed this content, don't forget to like, share and subscribe for more updates. Your support helps us create even more great videos and keeps you in the loop with all our latest content. Thanks for watching.